കുറച്ച് നാളുകൊണ്ട് ട്രെൻഡിങ് ആയിരിക്കുന്നത് നമ്മുടെ മൂൺ ലാമ്പാണല്ലോ. അപ്പോൾ അതുണ്ടാക്കാൻ നല്ല ആഗ്രഹമായിരുന്നു. അങ്ങനെ പിന്നെ വൈറ്റ് സിമൻറ്റ് വീട്ടിൽ ഇരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ച്. അതിനായിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ആ കേക്കിൻ്റെ ബേസ് ബോർഡാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കുമ്പോൾ വെക്കുന്ന ആ ബേസ് ബോർഡാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ചുറ്റിനും ഇതേപോലെ കാർഡ്ബോർഡ് വെട്ടിയിട്ട് അത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തു കേട്ടോ. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക്. അങ്ങനെ ഇതിന് ഫുള്ള് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതിന് ശേഷം ഞാൻ കുറച്ച് വൈറ്റ് സിമൻറ്റ് ഇതേപോലെ പേസ്റ്റ് ആക്കിയിട്ട് അതൊഴിച്ച് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള ടൂളും കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ സ്പൂൺ എടുത്തിട്ടാണ് അത് സ്പ്രെഡ് ചെയ്തത് കേട്ടോ. പിന്നെ അതൊന്ന് ലെവലാക്കാൻ വേണ്ടി ഞാനൊരു നൈഫും കൂടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൈഫും കൂടി വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വലിയ പണിയൊന്നുമില്ല. ആ ഒരു കാർഡ്ബോർഡ് സെറ്റ് ചെയ്തെടുക്കുന്ന ഒരു ഇതേ ഉള്ളൂ. പിന്നെ വൈറ്റ് സിമെൻറ്റും കൂടി ഇട്ട് ഇതേപോലെ ഫിനിഷ് ആക്കിയതിന് ശേഷം ഡിസൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഞാൻ നൈഫ് വെച്ചിട്ട് എല്ലാം നല്ലപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡ് ഇതേപോലെ റൗണ്ടിന് വെട്ടിയിട്ട് അതും പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആദ്യം ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ വെച്ചിട്ട് അടപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചത്. പക്ഷേ അത് പിന്നീട് ഞാൻ വിചാരിച്ചു അങ്ങനെ വെച്ചാൽ നമുക്ക് കുറച്ച് ഡിസൈൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആ കവർ റിമൂവ് ചെയ്തു കേട്ടോ. പിന്നെ ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ വൈറ്റ് സിമൻറ്റ് ഡ്രൈ ആയതിനു ശേഷം അതിലേക്ക് പെയിൻ്റ് അടിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഫസ്റ്റ് ഫുള്ളായിട്ടങ്ങ് ഗ്രേ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് വിചാരിച്ച് ഇത്രയും ഗ്രേ അടിക്കണ്ടായിരുന്നു, കുറച്ച് വൈറ്റും കൂടി വേണമായിരുന്നു എന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഉള്ളതുപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് ആയതിനു ശേഷം ഞാൻ എൻ്റെ ഇത്താക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ത പറഞ്ഞു ചെറുതായിട്ട് സൂര്യകാന്തിയെ പോലെ ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല. ജസ്റ്റ് എന്തോ ഒരു ബ്രഷിൻ്റെ ഇത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടിൻ്റെയും പിക്ക് ഞാൻ ലാസ്റ്റ് കൊടുക്കാവേ. അങ്ങനെ പെയിൻ്റ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ലൈറ്റ് ഇങ്ങനെ സൈഡിൽ വെച്ചെടുത്തിട്ട് മുകളിൽ കാർഡ്ബോർഡിൻ്റെ പീസും കൂടി വെച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ, നമ്മുടെ മൂണിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതാണ് ഞാൻ ഫസ്റ്റ് ചെയ്ത ആ ഒരു ഇത് രണ്ടാമത് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബായ്.